ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ കടന്നു പോയിട്ടുള്ള വളരെ പെയിൻഫുള്ളായിട്ടുള്ള വഴികൾ. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾ ഇത് വളരെ താല്പര്യത്തോടെയാണോ കേട്ടിരിക്കുന്നതെന്നില്ലേ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇത് പറയുമ്പോൾ അന്നത്തെ പെയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പെയിനെ രണ്ടാമത് ഇങ്ങോട്ട് എടുക്കുക, വീണ്ടും അത് സെൻസ് ചെയ്യുക. ആ ഒരു പെയിൻ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതിലൊരു പ്ലഷർ കണ്ടെത്തുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. ഇത് വാസ്തവത്തിൽ ആ ഒരു നിമിഷത്തിൽ നമുക്കൊരു പ്ലഷർ തരുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. ഒരു വ്യക്തി ഇത് അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ, ഇതൊരു വാസ്തവത്തിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പഴയ ദുഃഖം പറഞ്ഞ് കരയുന്നതെന്ന് ഒരു മനുഷ്യനും തിരിച്ചറിയുന്നൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നും കിട്ടുന്നത് ഒരു സന്തോഷമാണ്. സന്തോഷിക്കാനല്ലാതെ മനുഷ്യനും ഒന്നും ചെയ്യുന്നില്ല. സ്വന്തം ആത്മസുഖത്തിനായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഏതൊരു മനുഷ്യനും ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും പറയില്ലേ, ഇപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി എൻ്റെ സന്തോഷം മുഴുവൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ, എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നതിൽ, അവൾക്ക് വേണ്ടി എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ സന്തോഷം തന്നെയാണ് നോക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും നമ്മളെന്തോ വലിയ ത്യാഗം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണെന്ന്. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കടന്നുപോയി എന്ന് പറയുന്ന കഷ്ടപ്പാടുകൾ, ഇതെല്ലാം അതിൻ്റെ അറ്റത്ത് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എല്ലാ ഇമോഷൻസും, ദേഷ്യമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, അല്ലെങ്കിൽ നിരാശയായിക്കോട്ടെ, സകലതിൻ്റെയും ഒരറ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സന്തോഷവും സമാധാനവുമാണ്. കരയുന്നു, കുറേ കരഞ്ഞ് പിന്നെ അതിൻ്റെ അറ്റത്ത് നമുക്കൊരു ആശ്വാസം ഉണ്ടാവുന്നത്. ഇപ്പോൾ ദേഷ്യം വന്നു, അത് എക്സ്പ്രസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു ആശ്വാസത്തിലേക്കോ ഒരു സമാധാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബാലൻസിലേക്കോ അവിടെ എത്തിച്ചേരുന്നത്. എല്ലാം ശരീരം ചെയ്യുന്നതെല്ലാം, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലതും, എല്ലാറ്റിൻ്റെയും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം സന്തോഷമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ ശരീരം ചെയ്യുന്നതിൻ്റെ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. കാരണം ശരീരത്തിൽ ചികിത്സകളെ നടക്കുന്നുള്ളൂ. ചികിത്സകൾ മാത്രമേ ഈ ബോഡിയിൽ നടക്കുന്നുള്ളൂ എങ്കിൽ അത് ചെയ്യുന്നതെല്ലാം സന്തോഷത്തിന് വേണ്ടി തന്നെയല്ലേ. മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സകലതും ലക്ഷ്യം സന്തോഷം തന്നെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് സന്തോഷമാണെങ്കിൽ നമുക്ക് ആദ്യമേ ഇതൊന്നും ഓർത്താൽ പോരെ. വാസ്തവത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ പഴിചാരൽ കേൾക്കുന്നത്, ഞാനിപ്പോൾ കബളിപ്പിക്കപ്പെടുന്നത്, ഞാൻ ചതിക്കുന്നത്, എന്തോ ആയിക്കോട്ടെ, എന്തിൻ്റെയും അറ്റം വാസ്തവത്തിൽ സന്തോഷമാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു ഇതൊക്കെ വേണ്ടായിരുന്നു എന്നൊരു തോന്നല് നമുക്ക് വരില്ല. ചെയ്തതെല്ലാം, ഇതുവരെയുള്ളതെല്ലാം ഇതുപോലെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ചുറ്റുമുള്ളവരെ പഴിചാരിക്കൊണ്ടേയിരിക്കും. അവർ കാരണം എനിക്കിങ്ങനെ പറ്റി, ഇത് കാരണം ഇങ്ങനെ പറ്റി, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. ഇങ്ങനെ നമ്മൾ പല 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 ശരി തെറ്റുകളുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് സന്തോഷം. എല്ലാവരും സന്തോഷത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ വ്യത്യസ്തം. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നാണെങ്കിൽ, ആ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിലോ,